വാഗമണ്ണിലേക്കാണ്. അപ്പൊ ചെറിയ ചെറിയ വിശേഷങ്ങളും വലിയ വലിയ സന്തോഷങ്ങളായിട്ട് വീഡിയോയിലേക്ക് പോവാം. പോകുന്ന വഴിക്കാണല്ലോ നമ്മളുടെ മലങ്കര ഡാം. എന്നാൽ പിന്നെ അവിടെ കൂടെ കയറിയിട്ട് പോകാമെന്നോർത്ത് നമ്മൾ വണ്ടി നേരെ മലങ്കര ഡാമിലേക്ക് തിരിച്ചു കേട്ടോ. ഡാമിൻ്റെ എൻട്രൻസിൽ നിന്നിരുന്ന സെക്യൂരിറ്റി ചേട്ടൻ നമ്മളോട് ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഫോണിലും ക്യാമറയിലും വീഡിയോസും പിക്സും ഒന്നും എടുക്കരുത്. നമ്മളതൊന്നും ചെയ്തില്ല. നമ്മൾ നേരെ ഡാം പോയി കണ്ടു, എക്സ്പ്ലോർ ചെയ്തു. തിരിച്ചു വരുന്ന വഴിയിൽ നമ്മളുടെ സ്വന്തം സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്തെത്തിയപ്പോൾ കിട്ടിയൊരു വ്യൂ ആണിത്. അണ്ണാറക്കണ്ണനും തന്നാലായത്. അവിടെ നിന്ന് നമ്മൾ നേരെ വാഗമണിലേക്കുള്ള യാത്രയിലാണ്. പക്ഷെ പോകുന്ന വഴി കിട്ടിയ ഒരു വെള്ളച്ചാട്ടവും അരുവിയും കുന്നും മലയും ഒന്നും മിസ് ചെയ്യാണ്ട് പെടച്ചു വെച്ച് കയറി മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ പോണ വഴിക്ക് കിട്ടിയ ചിത്രശലഭങ്ങളെ പോലും ഞാൻ വെറുതെ വിട്ടില്ല ഗായ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇത്രയും ദൂരം എവിടെ വാഗമണ്ണ് വരാൻ പോയത് ഈ ചിത്രശലഭങ്ങൾ പിടിക്കാനാണോ? അല്ലാന്നേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇത്രയും നല്ലൊരു കാഴ്ച നമ്മൾ കാണുമ്പോൾ അത് എറണാകുളത്ത് നിന്ന് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വണ്ടി അവിടെ സൈഡിൽ വെപ്പിച്ച് ഞാൻ പോയിട്ട് അതുങ്ങളെ തൊട്ടും തലോടിയും വീഡിയോ എടുത്തും പൊളിച്ച്. എൻ്റെ പൊന്നെ, എന്താ ഒരു ഫീലല്ലേ. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം കാണണ്ടേ. ബാ ഇതെങ്ങടെ ഇപ്പം ഈ പടച്ചു വെച്ച് കയറണേന്നല്ലേ കാര്യണ്ടേ. ഇതിന്റെ മുകളിൽ കോടയുണ്ട്. എന്ത് വെള്ളമാണെങ്കിലും എന്ത് കുഴിയാണെങ്കിലും ചാടി കടന്ന് ഞാൻ അതിന്റെ മുകളിലെത്തും, അത് ഉറപ്പാ. കാരണം ഇനി അങ്ങോട്ട് കോട കിട്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പൊ കിട്ടിയതിനെ നമ്മൾ കളയോ? ഒരു ചെറിയ കോട കണ്ട് സന്തോഷിച്ച് ആഹ്ലാദിച്ച് മലക്ക് മോളിൽ കയറിയ ഞാൻ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ പോണടുത്ത് മൊത്തം കോട. മലയിൽ കോട, റോട്ടിൽ കോട, ചായ കുടിക്കുമ്പോൾ കോട, കോടയോട് കോട. നമ്മൾ വാഗമണ്ണ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഫസ്റ്റ് ടൈം ആട്ടോ കോട കിട്ടണത്. അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലാണ് ഞങ്ങള്. നമ്മൾ കോടയുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് അതിന്റെ മോളിൽ പോകാൻ നോക്കാം. ഇതെന്താ കോട കണ്ട് ഭ്രാന്തായ എന്ന് ചിന്തിക്കണ്ടാവും അല്ലേ? അതെ, സത്യമാണ്. ഞാൻ ആ സമയത്ത് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ ഓരോ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, പറയാനില്ല. കാരണം നമ്മൾ 3-4 പ്രാവശ്യം വാഗമണ്ണ് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അടിപൊളി ഒരു ക്ലൈമറ്റ് കിട്ടിയ ഒരു സമയം അത് ഇപ്രാവശ്യം തന്നെയാണ് കേട്ടോ. കോടയും വെയിലും മഞ്ഞും മഴയും എന്ന് വേണ്ട എല്ലാം ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ ആ മല ഇറങ്ങിയത് മക്കളെ. നമ്മളിങ്ങോട്ട്
നമ്മളങ്ങോട്ട് കയറി വന്നതിൻ്റെ അവിടെയായിട്ട് ചെറിയൊരു അരുവി കണ്ടില്ല, അതിൻ്റെ സൈഡിലായിട്ടൊരു ഫാമിലി വന്നിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഭയങ്കര ചില്ലടിക്കുന്നുണ്ട്. യൂട്യൂബ് ബ്ലോഗാണോ ഒന്നൊന്നും അറിയില്ല, പക്ഷെ അവിടെ അവരുണ്ട്. അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറി കുന്നിൻ്റെ തുമ്പത്തെത്തിട്ടോ. കുറച്ച് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മൾ വലിയൊരു മലയുടെ മുകളിലോട്ടാണ് കയറി വന്നത്. മൊത്തം കോടോണ്ട് നിറഞ്ഞേക്കാണെങ്കിൽ എങ്ങനെ പോകുമെന്ന് അറിയില്ല. നമുക്ക് പതുക്കെ പതുക്കെ താഴേക്ക് പോവാതായിരിക്കും നല്ലത്. ഞങ്ങള് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓരോ കട്ടൻ കാപ്പി കുടിച്ചിട്ട് നമ്മൾ നേരെ പോയി. പോകുന്ന വഴിയിൽ തേയിലത്തോട്ടത്തിലും കോട ഉണ്ടായിരുന്നെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴേക്കും നല്ല വെയിലും കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാം ഫീൽ ചെയ്യാൻ പറ്റിയൊരു ട്രിപ്പായിരുന്നു ഇത്. നമ്മൾ നേരെ പോകുന്നത് മൊട്ടക്കുന്നിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൊട്ടക്കുന്നിലാണ്. ഇവിടെ 6 മണിക്ക് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു 5:45 ഇനി ഇവിടുന്ന് നമുക്ക് പൈൻതോട്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പോകുന്നില്ല. നമ്മളൊരു കുറേ പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പൈൻതോട്ടിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ അവിടെ 5 മണി വരെ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നത്, ക്ലോസ് തോന്നുന്നുണ്ട്. അപ്പോൾ പോയി സമയം നമ്മൾ കളയുന്നില്ല. താഴെ നല്ല കോടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാനാവില്ല. അപ്പം വൈൻഡപ്പ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യുകയാണ്. കാരണം താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്നും കാണാൻ പറ്റില്ല. തിരിച്ചു പോണതൊക്കെ നമ്മൾ കോടയുടെ ഇടയിൽ കൂടി ആയിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല. അപ്പം ഇത്രയുള്ള നമ്മുടെ ചെറിയൊരു വീഡിയോ. പെട്ടെന്നുണ്ടായിരുന്ന ഒരു ട്രിപ്പാണ്, പെട്ടെന്നെടുത്ത ട്രിപ്പാണ്. യാത്ര അങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാട് പ്ലാനൊക്കെ ചെയ്ത് പോകുന്നതിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് വരുന്നതിനൊരു പ്രത്യേക ഭംഗിയാണ്. അത്
അതുകൊണ്ട് നമുക്ക് നല്ല കോട കിട്ടി, ഇടിവിട്ട് സാധനങ്ങൾ കിട്ടി. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇത്രയുള്ള ചെറിയ വീഡിയോ. താങ്ക് യു. പോണ വഴി കോടയുടെ ഇടയിൽക്കൂടെ പോകും എന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞെങ്കിലും ഇത്രയും വലിയൊരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അത്രയ്ക്ക് പേടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അമ്മാതിരി കോട കിട്ടി മക്കളെ. പോരാത്തതിന് നല്ല മഴയും. നമ്മളിപ്പം വാഗമണ്ണിൽ നിന്ന് ഇറങ്ങി കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേനും നല്ല കോടയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോട നല്ല പോലെ ഉണ്ട്. അതേപോലെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് റെയിൻകോട്ട് ഇട്ടിട്ട് നമുക്ക് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്, വേറെ ലെവലിൽ. പക്ഷേ ഈ പൊടിമഴ അവിടുന്ന് കയറിയപ്പോഴേ ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് റെയിൻകോട്ട് ഇട്ടിട്ട് തിരിച്ച് പോവാം. ഓക്കെ, പറ്റുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ 2 ഇരട്ടി മഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു നേരിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കൊക്കയായിരുന്നു. നല്ലോണം കഷ്ടപ്പെട്ടാണ് താഴെ എത്തിയെങ്കിലും അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ സന്ധിக்கலாம். ബൈ.